ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയതായിട്ട് വന്ന ഒരു മാറ്റമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. കാരണം ലൂസ് സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ തന്നെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ആ സംഭവം എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. കാരണം വെച്ചാൽ വാംടി എന്ന് പറഞ്ഞൊരു ഫുൾ ബാഗാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. 54 കിലോ വരുന്ന വാംടിയുടെ ബാഗാണ്. അപ്പൊ ഈ ഒരു ബാഗിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഞാൻ നിങ്ങളെ വിശദീകരിച്ച് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ഈ ഒരു വാംടിയുടെ കൂടെ തന്നെ മയൂര അല്ല സൂര്യനെല്ലി പോലുള്ള പല പല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള തേയിലേക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുക്കുന്നത്, അല്ലെ? നമ്മൾ പല വീഡിയോയിലും നമ്മൾ വിശദീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ള പല ഗ്രേഡുകളൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു വാംടി എന്ന് പറഞ്ഞ ഈ ഒരു ബാഗ് നമ്മൾ ചേർക്കുന്നതാണ്. 54 കിലോ വരുന്ന വാംടിയാണ്. അപ്പൊ 40 കിലോ ഇപ്പൊ മയൂര SRD അല്ലെങ്കിൽ സൂര്യനെല്ലി SRD ഒക്കെ 40 കിലോ ആണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു വാംടിയുടെ 40 കിലോ അതിനകത്ത് ചേർത്താൽ മതി. 54 കിലോ വരുന്ന വാംടി ആയിരിക്കും. അപ്പൊ ഈ ഒരു വാംടിയുടെ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 കിലോ വരുന്നെങ്കിലും ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രത്യേകത അറിയാമോ? സാധാരണ നമ്മൾ ഒരു 54 കിലോ വാംടി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 54 കിലോ വാംടി തേയില എടുത്തപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് വളരെയധികം ഫുള്ളായിരുന്നു. ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് ഫുള്ളല്ലേന്നല്ല, ഇത് ഫുള്ളാണ്, ഈ ഒരു ബാഗ് ഫുള്ളാണ്. പക്ഷെ ഇത് വളരെ ടൈറ്റ്. കാരണം ഇത്രയും ഈ ഒരു സ്റ്റിച്ചിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ പറയുമോ, നേരത്തെ ഈ ഒരു വാംടി എടുക്കുമ്പോൾ ഇവിടം വരെ സ്റ്റിച്ച്, ഈ സ്റ്റിച്ച് എന്നുള്ളത് ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല ഇത്രയും ഗ്യാപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ ഒരു 54 കിലോ ഫുൾ ബാഗാണ്. ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു തേയിലയിൽ. അപ്പൊ ഞാനിത് നോക്കി 54 കിലോ ഉണ്ട്. കറക്റ്റ് 54 കിലോ തന്നെയാണ്. അപ്പൊ ഈ ഇത്രയും മാറ്റം വന്നിരിക്കുന്നത് എന്താന്നുള്ളതാണ്. കാരണം എനിക്കൊരു ഹോട്ടൽ ബ്ലെൻഡ് മയൂരയൊക്കെ ആയിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് ഹോട്ടൽ ബ്ലെൻഡ് ആക്കി തയ്യാറാക്കി എടുത്തപ്പോൾ അപ്പൊ ഈ ഒരു 40 കിലോ ആണ് ഇതുപോലൊരു വാംടിയാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇതാണ് ആ ഒരു വാംടി. അപ്പൊ ഈ ഒരു വാംടി നമ്മള് 54 കിലോയുടെ വാംടിന്ന് 40 കിലോ എടുത്തിട്ട് ബാക്കി പോയിട്ടുള്ള ഒരു 14 കിലോ തേയിലയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഏകദേശം നിങ്ങൾ ഈ ഒരു തേയില നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ട ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ക്വാളിറ്റിയിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് തേയിലയ്ക്ക് വന്നിരിക്കുന്ന ആ ഒരു ലൂസ് തേയിലയ്ക്ക് വന്നിരിക്കുന്ന നല്ല ഒരു വെയിറ്റ് ആണ് ഞാൻ ഇതിനകത്ത് കണ്ട ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഒരു 130 രൂപ ആവറേജ് വാംടിക്ക് 1 കിലോയിൽ വില വരുന്നുണ്ട്. വില കുറച്ച് കൂടിയിട്ടുണ്ട്, 5 രൂപ കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ സാധാരണ ഈ ഒരു മഴക്കാലത്ത് വില കുറയുകയാണ് ചെയ്യുന്നതെങ്കിലും വാംടി 5 രൂപ കൂടിയെങ്കിലും നല്ല ക്വാളിറ്റിയാണ് വാംടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു വാംടിയിലെ ക്വാളിറ്റി കൂടിയത് കൊണ്ടായിരിക്കാം ഞാൻ ഒരു 35 കിലോയുടെ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുത്തപ്പോൾ കണ്ട ഇതിപ്പോ മയൂരയൊക്കെ ചേർത്ത് മയൂര ഗ്രേഡും മയൂരയുടെ ഇതിപ്പോ SRD ഗ്രേഡാണ് നമ്മൾ ചേർത്തിരിക്കുന്നതിനകത്ത്. മയൂരയുടെ RDയുടെ ബോക്സ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടാറ്റയുടെ ഉരുളിക്കൽ ബ്രാൻഡ് കൂടെ ചേർത്ത്. മലക്കിപ്പാറ ഇല്ലാത്തത് കൊണ്ടാണ് ഉരുളിക്കലാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത്. ടാറ്റയുടെ ഉരുളിക്കൽ കൂടെ ചേർത്താണ് ഈ ഒരു ഗ്രേഡ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. SFD ആണ് ഉരുളിക്കൽ ടാറ്റയുടെ ചേർത്തിരിക്കുന്നത്. അതും കൂടെ അറിഞ്ഞിരിക്കുക എന്റെ പ്രേക്ഷകര്. അപ്പൊ ഈ ഒരു തേയിലയുടെ വ്യത്യാസം കാരണം വെച്ചാൽ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ തേയില ഇത്രയും ഇറങ്ങിച്ചെന്നത് കാരണം സാധാരണ നമ്മൾ ഈ ഒരു 35 കിലോയുടെ ഈ ഒരു ബാഗിലേക്ക് നിറയ്ക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 35 കിലോയുടെ തേയിലയൊക്കെ ഇതുപോലെ തന്നെ ഞാൻ നിറച്ചെടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് ഇപ്പൊ നമുക്ക് ഓർഡറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുത്ത് ഇതുപോലെ നിറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടായിരുന്നു. കാരണം വെച്ചാൽ തേയില കാരണം വാംടിയിലാണ് ആ ഒരു വ്യത്യാസം വന്നേക്കുന്നത്. കാരണം വാംടി സാധാരണ നന്നായിട്ട് വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം തേയില വലിയ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് വാംടി നമുക്കറിയാം. നമ്മൾ കോമൺ ആയിട്ട് വാംടി മിക്സ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് എടുക്കുന്നതാണ്. വാംടി, വുഡ് ബ്രിഡ്ജ്, സെമിനി വാലി അത്ര ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം സെമിനി വാലിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വാംടി തന്നെ ചൂസ് ചെയ്യണതാണെന്നുള്ളതാണ്. പക്ഷെ എന്നാൽ വാംടിയിൽ ഈ ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് 35 കിലോയുടെ ഈ ഒരു ബാഗ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ആ ഒരു എളുപ്പമുണ്ട്. കാരണം മറ്റേത് ഞാൻ ഇതുപോലെ 35 കിലോ ഒക്കെ നിറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 3 പ്രാവശ്യമൊക്കെ അവിടെ സൈഡൊക്കെ ഇങ്ങനെ തട്ടി ഇരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇത് ഈ ഒരു വാംടി ഇട്ട് ചെയ്തിട്ട് എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 35 കിലോയുടെ ചാക്കിനകത്ത്, അതായത് നേരത്തെ ഗതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 35 കിലോയുടെ ചാക്കിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 38 കിലോ വെച്ച് നിറയ്ക്കാനായിട്ട് സാധിക്കും.
പക്ഷെ അത് വേണ്ട, നമ്മൾ സ്ഥിരമായിട്ട് 35 കിലോ വെച്ചാണ് നിറച്ച് കൊടുക്കുന്നത്, അതുകൊണ്ട് 35 വരെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു ഹോട്ടൽ ബ്ലെൻഡ് നമുക്ക് തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമുണ്ട്. അത് വാംടിയിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വാംടി 5 രൂപ നിങ്ങൾ ചോദിക്കുന്നിടത്ത് വാംടി 5 രൂപ കൂടുതലാണെന്ന് പറയുവാണെങ്കിൽ, അപ്പൊ നിങ്ങൾ സാധാരണ എടുത്തുകൊണ്ടിരിക്കുന്ന വാംടി എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെ, വയനാടാണ് വാംടിയുടെ ഈ ഒരു ഫാക്ടറി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് പുതിയതായിട്ട് എടുത്താണ് കേട്ടോ, 2027 കണ്ടത്, 2026 2027 ഈ ഒരു വാംടി SRD ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം വെച്ചാൽ അധികം ഞാനിത് ഇരുത്തേണ്ട ആ ഒരു ആവശ്യമൊന്നും വരുന്നില്ല. കാരണം വെച്ചാൽ അത്രയ്ക്കും ബാഗ് ലൂസ് ആയിട്ടിരിക്കാം. 35 കിലോയുടെ ഈ ഒരു ബാഗ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകർക്ക് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. നിഷിത്തിനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം നമ്മളൊരു 5 കിലോയുടെയൊക്കെ കവറുകളൊക്കെ ആക്കിയിട്ട് നമുക്ക് 5 കിലോയുടെയൊക്കെയാണ് ഓർഡർ കിട്ടിയേക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല, ഇതുപോലെയാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ ബാഗിനകത്താക്കി സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്, ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇങ്ങനത്തെ സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്താ വളരെ സിമ്പിൾ ആയിട്ട്. കാരണം നേരത്തെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, കാരണം സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിലും കുറച്ച് പാടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആ ഒരു ബുദ്ധിമുട്ടും പാടൊന്നുമില്ല. കാരണം വെച്ചാൽ നല്ല സ്പേസ് ഉണ്ട്. വാംടിയിൽ വന്നിരിക്കുന്ന തേയിലയിൽ വന്നിരിക്കുന്ന ആ ഒരു വെയിറ്റ് കൊണ്ടാണ് ഇത്രയും സ്പേസ് കിട്ടുന്നത് അതിനകത്ത്. എന്താ 35 കിലോ വളരെ സിമ്പിൾ ആയിട്ട് 35 കിലോ നിറച്ചെടുത്തിട്ടുണ്ട്. ഹോട്ടൽ ബ്ലെൻഡ് ആണ്. അപ്പൊ ഈ ഒരു വാംടിയിലൂടെയാണ് നമുക്ക് ഇത്രയും ഒരു പ്രത്യേകത വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വാംടിയുടെ വെയിറ്റ്, നല്ല വെയിറ്റ് ഈ വാംടിക്ക് കമ്പനി കൊടുത്തേക്കുന്നുണ്ട്. ക്വാളിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് തേയിലയിൽ വെയിറ്റ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് വാംടിക്ക് ഇത്രയും വെയിറ്റ് വന്നതെന്ന്. തേയിലയുടെ ക്വാളിറ്റി, നിങ്ങൾ AVTയുടെ ഒരു കരടിക്കുടിയുടെ ഒക്കെ ഒരു ബാഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, ആ ഒരു തേയിലയ്ക്ക് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അല്ലെ. ഞാനിപ്പോ ഇവിടെ ഒരു 5 കിലോ കോരി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട 5 കിലോയുടെ പാക്കറ്റാണ്. അപ്പൊ നമ്മൾ മുമ്പ് ഇതുപോലെ ഒരു വാംടി ഒക്കെ ഇട്ട് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുമ്പ് കുറച്ചും കൂടെ ഇവിടം വരെ ഉണ്ടായിരുന്നു. 5 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും വരുമായിരുന്നു. ആ പാട്ടിൽ ഇപ്പൊ അത് 5 കിലോ തേയില നമ്മൾ ഒരു 5-ന്റെ HM കവറിനകത്ത് നമ്മൾ തൂക്കിയെടുത്തപ്പ 5 കിലോ എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് 5 കിലോ വന്ന് നിറഞ്ഞു കേട്ടോ. നേരത്തെ നമുക്ക് ഇവിടം വരെ നമുക്ക് 5 കിലോ ഒക്കെ വരികയാണെങ്കിൽ നേരത്തെ ഏകദേശം ഇവിടം വരെ തൂക്കം വരുമായിരുന്നു. അത് എന്തുകൊണ്ടാ? തേയില പൊന്തൻ തേയില, അതായത് തേയിലക്ക് വെയിറ്റ് ഇല്ലാതെ വരുമ്പോ, ഈ വെയിറ്റ് ഇല്ലാതെ പറഞ്ഞാൽ മയൂര തേയില എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. എപ്പോഴും മയൂര തേയിലയിൽ വെയിറ്റ് കുറവും കൂടിയോ അങ്ങനെ ഇരിക്കുന്നില്ല. മയൂര എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ട് ക്വാളിറ്റിയോട് നിൽക്കുന്ന കാരണം മയൂര തേയിലയിലൊക്കെ എപ്പോഴും ആ ഒരു വെയിറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അവര് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, കറക്റ്റ് ആയിരിക്കും ആ വെയിറ്റ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ ഒരു വാംടിയിൽ ഇപ്പൊ വന്നിരിക്കുന്ന വെച്ചാൽ വാംടി കുറച്ചുകൂടെ ക്വാളിറ്റി അവർ കൂട്ടിയെടുത്തതേക്കണത് കൊണ്ടാണ് നല്ല ക്വാളിറ്റി, അതായത് നമുക്ക് ബ്ലെൻഡിങ്ങിനൊക്കെ പറ്റിയ നമ്പർ 1 ടോപ്പ് ക്വാളിറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് വാംടിക്കൊക്കെ ഈ ഒരു ബാഗ് 54 കിലോയുടെ ഈ ഒരു ബാഗ് ഇത്രയും ഗ്യാപ്പ്, ഇത്രയും സ്പേസ് വന്നത്, ബാഗിനകത്ത് ഇത്രയും സ്പേസ് വന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ഒക്കെ കണ്ട ഒരു 5 കിലോ പാക്കറ്റ് ഇതേ ഇങ്ങനെ കോരിയപ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് സ്പേസ് വന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലെൻഡിങ് രീതിയിലേക്ക് നിങ്ങൾ ഹോട്ടൽ ബ്ലെൻഡ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് കടകളിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാറ്റം മനസ്സിലാക്കിയിരിക്കുക. തേയിലയിൽ വന്നിരിക്കുന്ന മാറ്റം, തേയിലയ്ക്ക് വെയിറ്റ് കൂടുതൽ വരുമ്പോൾ ക്വാളിറ്റിയും കൂടുതൽ കിട്ടും. ഈ ഒരു ഹോട്ടൽ ബ്ലെൻഡ് എനിക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും, നല്ല നമ്പർ 1 ക്വാളിറ്റി ആയിരിക്കും എനിക്ക് ഈ ഒരു ഹോട്ടൽ ബ്ലെൻഡ് കൊടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയൊരു ബ്രാൻഡ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. നല്ലൊരു ടോപ്പായിട്ട് ക്വാളിറ്റി നിൽക്കുന്ന ഒരു പുതിയൊരു ബ്രാൻഡ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. അപ്പൊ അതിന്റെ സാമ്പിൾസ് അടുത്ത ദിവസം നമുക്ക് കമ്പനിക്കാർ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു പേര് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. പ്രേക്ഷകർ തീർച്ചയായിട്ടും കാത്തിരിക്കുക. ആ ഒരു ബ്രാൻഡ് ഈ ഒരു മയൂര തേയിലയ്ക്ക് പകരം നിങ്ങൾക്ക് മിക്സ് ചെയ്യാനായിട്ട്, ബ്ലെൻഡ് ചെയ്യാൻ ഇതുപോലെയുള്ള വാമും അതോടൊപ്പം തന്നെ വുഡ് ബ്രിഡ്ജ് പോലെയുള്ള സെമി വാലി പോലെയുള്ള ബ്രാൻഡുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. ചിന്നാർ തേയില ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചിന്നാർ തേയിലിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ചിന്നാർ, വാംടി, വുഡ് ബ്രിഡ്ജ് പോലുള്ള
ആവറേജ് തേയിലയുടെ കൂടെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ 1 ടോപ്പ് തേയില, മയൂര, സൂര്യനെല്ലി പോലെ നിൽക്കുന്ന ഒരു നമ്പർ 1 ടോപ്പ് തേയില, AVT പോലെ നിൽക്കുന്ന നമ്പർ 1 ടോപ്പ് തേയില അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. അപ്പൊ അവര് സാമ്പിൾസ് നമുക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബ്രാൻഡൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. നല്ല ക്വാളിറ്റി ലഭിക്കുന്ന നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടൊക്കെ ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.